എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ നെക്ക് ഡിസൈനാണ്. അത് പാൻറ്റിൻ്റെ പീസ് കഴുത്തിൽ വെച്ച് കൊടുക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചുരിദാറിൻ്റെ ഫ്രണ്ട് വശമാണ്. ഞാനത് ഓൾറെഡി വെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഫ്രണ്ട് വശം, ഇത് ലൈനിങ് ആണ്. ലൈനിങ്ങും അതേ അളവിൽ തന്നെ ലൈനിങ്ങും വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ പീസാണ് ഈ കാണുന്നത്. ഈ ഡിസൈനിലുള്ള പീസാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം വെട്ടിയെടുത്തിട്ട് നമ്മൾ കഴുത്ത് വരച്ച് വെട്ടി എന്നിട്ട് ആ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് ഇതേപോലെ ഒരു പീസും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ചുരിദാറിൻ്റെ ബാക്കി കഷ്ണത്തിൽ നിന്ന് വെട്ടിയെടുത്ത പീസാണിത്. ഇത് നമ്മൾ മടക്കി ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇറുക്കിൽ കൊണ്ട് അടിച്ച് മറിച്ചെടുക്കും. എന്നിട്ട് നമ്മളത് നെക്കിൽ വെച്ച് കൊടുക്കും. അപ്പം നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് നെക്ക് വെട്ടാം. നമുക്ക് ക്യാൻവാസിൽ നിന്ന് നമുക്ക് ആദ്യമേ നെക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നെക്കിൻ്റെ വീതിയും ഇറക്കവും ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചുരിദാറിൻ്റെ നെക്ക് വീതി 3 ഇഞ്ച്, അതുപോലെ തന്നെ നെക്ക് ഇറക്കം 6 ഇഞ്ച്. നമ്മുടെ കറക്റ്റ് നെക്ക് ഇറക്കമാണ് 6 ഇഞ്ച്. നമ്മൾ പാൻറ്റിൻ്റെ പീസ് ഇടയിൽ നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു 4 ഇഞ്ചും കൂടി താഴത്തേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം നെക്ക് ഇറക്കം വരുന്നത് 10 ഇഞ്ച് നെക്ക് ഇറക്കം നമ്മൾ കട്ട് ചെയ്യുകയാണ് ഈ ക്യാൻവാസിൽ. നമ്മൾ ഈ ബാക്കിയുള്ള 4 ഇഞ്ചിൽ നമ്മൾ പാൻറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ നെക്ക് വെട്ടാം. ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി നീളത്തിലുള്ള ക്യാൻവാസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ രണ്ടാക്കി മടക്കി അളക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാൻ അളക്കാൻ പോകുന്നത് നെക്ക് വീതിയാണ്. നെക്ക് വീതി എല്ലാവരുടെയും ഇഷ്ടത്തിന് നമുക്ക് എടുക്കാവുന്നതാണ്. 3 ഇഞ്ച് ഇപ്പോൾ സാധാരണ ഒരു നെക്ക് വിട്ട് 3 ഇഞ്ചാണ്. നിങ്ങൾക്ക് അധികം കഴുത്ത് മലന്ന് പോകണ്ട എന്നുണ്ടെങ്കിൽ അത് 2.5 ഇഞ്ചാക്കാം. ഇല്ലെങ്കിൽ കഴുത്ത് നന്നായിട്ട് അത് വൈഡായിട്ട് ഇരിക്കണമെങ്കിൽ 3.5 ഇഞ്ച് വേണമെങ്കിലും നമുക്ക് വെട്ടാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നെക്ക് വീതി 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ അത് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. 3 ഇഞ്ചിൽ നെക്ക് വീതി ആദ്യമേ മാർക്ക് ചെയ്തു. ഇനി നെക്ക് ഇറക്കമാണ്. ഇപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ നെക്ക് ഇറക്കം 6 ഇഞ്ചും ബാക്കിയുള്ളത് 4 ഇഞ്ച് നമ്മൾ പാൻറ്റിൻ്റെ പീസ് കയറ്റാൻ വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മൊത്തം 10 ഇഞ്ചാണ് നെക്ക് വീതി. അപ്പോൾ ആദ്യമേ തന്നെ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ 6 ഇഞ്ചിലും മാർക്ക് ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ നെക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പാൻറ്റിൻ്റെ പീസ് എക്സ്ട്രാ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് ആദ്യമേ ഇവിടെ ഒന്ന് 3 ഇഞ്ചിൽ നെക്ക് വീതി 3 ഇഞ്ചിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ താഴത്തും 3 ഇഞ്ച് രേഖപ്പെടുത്താം. ഞാനിങ്ങനെ ടോട്ടൽ 10 ഇഞ്ച് എടുത്തു. നമ്മുടെ കറക്റ്റ് നെക്ക് ഇറക്കം എന്ന് പറയുന്നത് ഇതാണ്, 6 ഇഞ്ചാണ്. പിന്നെ ഈ 4 ഇഞ്ച് നമ്മൾ പാൻറ്റിൻ്റെ പീസ് ഇതിൻ്റെ ഇടയിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4 ഇഞ്ച് താഴേക്ക് ഇറക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു കഴുത്ത്, ഇതിലൊരു കഴുത്ത് വരച്ചെടുക്കണം. ഇപ്പോൾ ഇതിലിപ്പോൾ പാൻറ്റിൻ്റെ പീസ് ഇറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് കഴുത്ത് വരക്കണം. ആദ്യം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കഴുത്ത് വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കഴുത്ത് വേണമെങ്കിലും വരക്കാം. സ്ക്വയറോ വിയോ യുവോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ യു ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ വരക്കുന്നത്. എന്നിട്ടിത് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് നിർത്തിയിട്ട് നമുക്ക് താഴേക്ക് ഒരു 3/4 ഇഞ്ചിൽ ഒരു സ്ക്വയർ പോലെ വരക്കാം. 1 ഇഞ്ച് കണ്ട 3/4 ഇഞ്ചിൽ നമുക്കൊരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കാം. സ്ക്വയർ പോലെ വരച്ചെടുത്തു. നമുക്കിനി കഴുത്ത് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കഴുത്താണ്, നമ്മൾ കട്ട് ചെയ്ത കഴുത്താണ്. ഇപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് കഴുത്താണ്. പിന്നെ ഇത് നമ്മൾ ഇവിടെ പാൻറ്റിൻ്റെ പീസ് ഈ ഗ്യാപ്പിൽ നമ്മൾ കയറ്റി വെക്കും. എന്നിട്ട്
അവിടെ നമ്മളിങ്ങനെ ഈ തുണി കൊണ്ട് 1/4 ഇഞ്ചിൽ അടിച്ച് മറിച്ചെടുത്ത് അത് നമ്മളിങ്ങനെ ഡിസൈനായിട്ട് ഇവിടെ ഇങ്ങനെ ഇൻറ്റു പോലെ വെച്ച് കൊടുക്കുന്ന കഴുത്താണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴുത്ത് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കഴുത്ത് കറക്റ്റ് അളന്ന് വെട്ടിയെടുത്തു. ഇനി നമുക്കിത് ചുരിദാറിൻ്റെ നല്ല അതായത് ഫ്രണ്ട് വശത്ത് ഫ്രണ്ട് പീസിൽ ചീത്ത വശത്ത് നമുക്കിനി ഇത് ഒട്ടിച്ചിട്ട് കഴുത്തടിക്കാം. അതിന് മുൻപായിട്ട് നമുക്കിനി ഈ പാൻറ്റിൻ്റെ പീസിൽ നിന്ന് ഇവിടെ ഈ ഗ്യാപ്പിൽ വെക്കേണ്ട തുണിയും കൂടി കട്ട് ചെയ്തെടുക്കാം. അതായത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ പാൻറ്റിൻ്റെ പീസ് ചുരി ബോട്ടമാണ് തയ്ക്കുന്നത്, പക്ഷെ അത് വെട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളത് വെട്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇതിപ്പോൾ വെട്ടാത്ത പീസായതുകൊണ്ട് എപ്പോഴും വെട്ടുമ്പോൾ ഏറ്റവും അടിഭാഗത്തു നിന്ന് വെട്ടിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചുരി ബോട്ടം തയ്ക്കുമ്പോൾ തുണി എവിടെ നിന്നാണ് എടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്കൊരു അടിഭാഗത്തു നിന്നായിട്ട് നമ്മൾ ഇത്രയും വീതിക്ക് ഒരു തുണി കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ പാൻറ്റിൻ്റെ പീസ് വെക്കുമ്പോൾ ഈ ഒരു ഒറ്റ പീസായിട്ട് വെക്കരുത്. ഒറ്റ പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വളരെ നേരിയ തുണിയോണ്ട് നിഴലടിക്കും. അപ്പോൾ ഇത്തിരി കട്ടിക്ക്, അതായത് 2 മടക്ക് തുണി വെച്ചിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ പാൻറ്റിൻ്റെ പീസ് നമ്മൾ വെട്ടിയെടുത്തു. ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ നെക്ക് നമ്മൾ അടിച്ച് മറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. നമ്മൾ എന്നിട്ട് ഈ ഗ്യാപ്പിൽ ഈ നെക്കിങ്ങനെ ഈ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കും. അതിനാണ് നമ്മൾ ഇത്രയും വീതിക്കും ഇറക്കത്തിലും വെട്ടിയെടുത്തത്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഇത് പീസിൻ്റെ ചീത്ത വശത്താണ് നമ്മളെപ്പോഴും ക്യാൻവാസ് നമ്മൾ എപ്പോൾ യൂസ് ചെയ്താലും ചുരിദാറിൻ്റെ ചീത്ത വശത്താണ് ഒട്ടിക്കേണ്ടത്. ചീത്ത വശത്ത് ഒട്ടിച്ചാൽ മാത്രമേ നമുക്കത് നല്ല വശത്തേക്ക് അടിച്ചു മറിച്ചെടുക്കാൻ പറ്റൂ. ഒരിക്കലും നല്ല വശത്ത് ഒട്ടിച്ച് വെക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളത് മറിച്ചെടുക്കുമ്പോൾ ചീത്ത വശത്തേക്കായി പോകും. അപ്പോൾ എപ്പോഴും ക്യാൻവാസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാൻവാസ് ഒട്ടിക്കുന്നത് ചുരിദാർ പീസിൻ്റെ ചീത്ത വശത്താണ്. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ നെക്കിൻ്റെ അളവൊന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് ഷോൾഡർ. അപ്പോൾ ഞാനിതിൻ്റെ പകുതി, അതായത് 7 ഇഞ്ചിൽ ഇങ്ങനെ പേന കൊണ്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നെക്ക് വീതി എന്ന് പറയും 3 ഇഞ്ചാണ് നെക്ക് വീതി. അപ്പോൾ ഈ നടുക്കുന്ന് 3 ഇഞ്ച് നമ്മൾ 2 സൈഡിലും 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം ക്യാൻവാസ് ഒട്ടിക്കാനായിട്ട്. അല്ലെങ്കിൽ ക്യാൻവാസിൻ്റെ ആ ഒരു പൊസിഷൻ നമുക്ക് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും 3 ഇഞ്ച്, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും 3 ഇഞ്ച് ഞാൻ രേഖപ്പെടുത്തി. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ കഴുത്ത് നമ്മൾ വെക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കവും അതുപോലെ തന്നെ വീതിയും മാറിപ്പോവും. എന്നിട്ടാണ് ഇപ്പോൾ തന്നെ അതുപോലെ തന്നെ ക്യാൻവാസ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മിനുസമുള്ള ഭാഗമാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. ഈ ഭാഗം ഒട്ടില്ല, അയൺ ബോക്സ് കൊണ്ട് ഈ ഭാഗം ഒട്ടില്ല. ഈ മിനുസമുള്ള ഭാഗമായിരിക്കണം ചുരിദാറിൻ്റെ വശത്ത് വെച്ച് ഒട്ടിക്കേണ്ടത്. ചുരിദാറിൻ്റെ ചീത്ത വശവും പിന്നെ അതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ മിനുസമുള്ള ഭാഗവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കുമ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് ക്യാൻവാസ് വെക്കേണ്ടത്. നമുക്കിനി ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം. കറക്റ്റ് നെക്ക് അളന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഒരു സൈഡിലെ ക്യാൻവാസ് ആദ്യമേ ഒട്ടിക്കാം. നമ്മളിപ്പോൾ ഈ ഒരു വശം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വശം കറക്റ്റ് ഈ അളന്ന നെക്കിൽ കറക്റ്റ് ക്യാൻവാസ് കൊള്ളിച്ചിട്ട് ഈ ഒരു വശവും ഒട്ടിക്കാം. ഇപ്പോൾ ഇത് കോട്ടൺ ചുരിദാറായതുകൊണ്ട് നമുക്കൊന്നും നോക്കണ്ട, നേരെ
നമുക്കത് ഒട്ടിക്കാം. പക്ഷേ ഷിഫോൺ, പോളിസ്റ്റർ അങ്ങനെയുള്ള മെറ്റീരിയലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ അയൺ ബോക്സ് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചുരിദാറിൽ പിടിക്കും. അപ്പോൾ അത് ആ ചൂട് നോക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. കോട്ടണിലാകുമ്പോൾ നമുക്ക് എത്ര ചൂടുണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ പോളിസ്റ്ററും അതുപോലെ തന്നെ നൈലോൺ തുണിയൊക്കെ ആകുമ്പോൾ ക്യാൻവാസ് ഒട്ടിക്കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമായിരിക്കും. അത് ചൂടാകുമ്പോൾ അത് അയൺ ബോക്സിൽ പിടിക്കുകയും ചെയ്യും. ക്യാൻവാസ് ഒട്ടി നമുക്കിനി നെക്കടിക്കാം. അപ്പോൾ നെക്കടിക്കുന്നതിന് മുൻപായിട്ട് ലൈനിങ് നിവർത്തിയിടുക. ലൈനിങ്ങിൻ്റെ നല്ല വശമാണിത്. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ നല്ല വശവും തമ്മിൽ നമ്മൾ വെച്ചിട്ട് വേണം, ചീത്ത വശത്തിട്ട് വേണം നെക്കടിക്കാനായിട്ട്. ക്യാൻവാസിൽ നമ്മൾ അടിക്കുമ്പോൾ ഈ ഉൾഭാഗത്തിട്ട് വേണം നെക്കടിക്കാനായിട്ട്. പുറമേ ഇട്ട് നെക്കടിക്കരുത്, നമ്മുടെ നെക്കിൻ്റെ വീതി മാറിപ്പോവും. ഇതാണ് നമ്മുടെ കറക്റ്റ് നെക്കിൻ്റെ വീതി. അതിനാണ് നമ്മൾ ആദ്യമേ തന്നെ നെക്ക് ഇങ്ങനെ ഷോൾഡറിന് പകുതിക്ക് അളന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നെക്ക് വീതി 3 ഇഞ്ചായിട്ട് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തിട്ട് വേണം നെക്കടിച്ച് തുടങ്ങാൻ. ഈ അറ്റം വരുമ്പോൾ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആ ഒരു മൂല വരുമ്പോൾ. അപ്പോൾ ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു എല്ലാ മൂലക്കും ഓരോ ചെറിയ കെട്ടിട്ട് കൊടുക്കണം. കെട്ടിടുന്നത് നമ്മളിപ്പോൾ അടിച്ച് ഈ ഒരു മൂല കൊണ്ടുവന്നിട്ട് തുണി മേലിങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചാൽ മതി. അപ്പോൾ അവിടെ നിന്ന് തന്നെ 2-3 സ്റ്റിച്ച് വീണോളും. അങ്ങനെയാണ് നമ്മൾ കെട്ടിടുന്നത്. നമുക്ക് വന്നിട്ട് ഒരു 1/2 ഇഞ്ച് നീക്കി കഴുത്ത് വെട്ടിയെടുക്കാം. നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോ ഇഞ്ച് ഇടവിട്ട് കഴുത്ത് വെട്ടിക്കൊടുക്കാം. ഈ മൂലയുള്ള ഭാഗം വരുമ്പോൾ ഒന്ന് വെട്ടിക്കൊടുക്കണം. സ്ക്വയറിൽ ഈ ഒരു ഭാഗത്ത് വെട്ടേണ്ട ആവശ്യമില്ല. ഈ ഓരോ മൂലയും ഒന്ന് വെട്ടിയാൽ മതി. യു വരുന്ന സ്ഥലത്താണ് 1 ഇഞ്ച് ഇടവിട്ട് വെട്ടേണ്ടത്. യു വളഞ്ഞു കിട്ടില്ല, നമ്മൾ കറക്റ്റ് ആ ഒരു ലെവലിൽ വളഞ്ഞു കിട്ടില്ല. അപ്പോൾ യു വരുന്ന ഭാഗത്ത് ഓരോ ഇഞ്ച് ഇടവിട്ട് വെട്ടിക്കൊടുക്കണം. സ്ക്വയർ അതുപോലെ വി അങ്ങനത്തെ ഒരു ഷേപ്പിൽ അങ്ങനത്തെ മോഡലിലെ കഴുത്താണെങ്കിലും നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ യു ഭാഗത്ത് ഇങ്ങനെ 1 ഇഞ്ച് ഇടവിട്ട് വെട്ടിക്കൊടുത്തു. അതുപോലെ ഈ മൂലയും വെട്ടി. പിന്നെ നമ്മളിവിടെ വെട്ടേണ്ട കാര്യമില്ല, അതെന്തായാലും നമുക്ക് വളഞ്ഞ് കിട്ടും. കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു 2 മൂലയും വെട്ടി, പിന്നെ അതുപോലെ ഈ മൂലയും വെട്ടി, പിന്നെ ഓരോ യു ഭാഗത്തും ഇങ്ങനെ വെട്ടിക്കൊടുത്തു. ഇനി നമുക്കിത് മറിച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ക്യാൻവാസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കഴുത്ത് പതിച്ചടിക്കേണ്ട ആവശ്യമില്ല. ക്യാൻവാസ് നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് നെക്കടിക്കുമ്പോൾ പതിച്ചടിക്കേണ്ടി വരുന്നത്. നമുക്ക് നെക്കടിക്കാം. നല്ല വശത്തിട്ട് നെക്കടിക്കാം.
ലൈനിങ് നമ്മൾ ഉള്ളിലേക്ക് തിക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അതിങ്ങനെ പുറമേ ഇങ്ങനെ നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ പുറമേ ഇങ്ങനെ കാണും. അപ്പോൾ അതിങ്ങനെ ഉള്ളിലേക്കൊന്ന് വലിച്ച് നെക്കടിക്കുമ്പോൾ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എംബ്രോയ്ഡറി ഒക്കെ വരുന്ന ഭാഗങ്ങൾ ചിലപ്പോൾ സ്റ്റിച്ച് അനങ്ങില്ല എന്ന് വരും. അപ്പോൾ ഇതിങ്ങനെ പതിയെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ സ്റ്റോൺ വർക്കിലുള്ള ചുരിദാറിലാണ് നമ്മളിങ്ങനെ അടിക്കുന്നതെങ്കിൽ ആ സ്റ്റോൺ വരുമ്പോൾ നമ്മൾ ആ ഭാഗത്തിൽ അടിക്കാതെ സൂചി ഒന്ന് പതിയെ പൊക്കി മാറ്റിയിട്ടും കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ സൂചി ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതൊന്നിങ്ങനെ പതിയെ ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അതുപോലെ തന്നെ കഴുത്തടിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് അടിക്കുന്നതിന് മുമ്പ് കറക്റ്റ് സൂചി കുത്തി നിർത്തിയിട്ട് വേണം ലിവർ പൊക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് വ്യത്യാസം വരും, നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അലൈൻമെൻറ്റ് മാറിപ്പോവും. അപ്പോൾ എപ്പോഴും ലിവർ ഇങ്ങനെ പൊക്കി സൂചി ഉള്ളിലേക്ക് കുത്തി നിർത്തിയിട്ട് വേണം നമുക്ക് മറ്റുള്ള ഭാഗത്തേക്ക് അടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഫിനിഷിങ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ചെറിയ വ്യത്യാസം വരും. ഇങ്ങനത്തെ ചില ടിപ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഓരോ വീഡിയോയിലും ഞാനത് ഓർക്കുമ്പോൾ പറയാം. ഒരൊറ്റ വീഡിയോയിൽ നമ്മളിപ്പോൾ ഇതേപോലെ ശ്രദ്ധിക്കേണ്ട പല സ്റ്റിച്ചിങ്ങിൻ്റെ പല ടിപ്സും ഞാൻ അധികം വൈകാതെ തന്നെ ഇടുന്നതാണ്. മിക്കവർക്കും തന്നെ വരുന്ന ഒരു കാര്യമാണ് സ്ലിറ്റ് വളഞ്ഞു പോകുന്നത്. സ്ലിറ്റ് നമ്മുടെ ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലിറ്റ് വളഞ്ഞ് ആകെ മെനകേടായിട്ട് കിടക്കുന്നത് ഏറ്റവും എല്ലാവർക്കും തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ അതിൽ സ്റ്റിച്ചിങ് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അങ്ങനെ അടിച്ചിട്ടുണ്ട്, ഞാൻ പറയുന്നത് പോലെ അടിക്കുകയാണെങ്കിൽ അത് അധികം കറക്റ്റായിട്ട് നമുക്കത് കിട്ടും. ഒന്നും കൂടി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ നെക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതുപോലെ ഷോൾഡർ അടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ സ്റ്റിച്ചിങ് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യം, അതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ സ്റ്റിച്ചിങ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ നെക്ക് നമ്മൾ അടിച്ചെടുത്തു. ഇതാണ് ഞാൻ ഇന്ന് കാണിച്ച നെക്ക്. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ പാൻറ്റിൻ്റെ പീസ് നമ്മൾ ഇങ്ങനെ ഇടയിൽ വെക്കും. ഈ ഭാഗം ഒരു 1/2 ഇഞ്ചിൽ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് നമ്മളിങ്ങനെ വെക്കും. അപ്പോൾ ഇത് നമുക്ക് വെക്കുന്നതിന് മുൻപായിട്ട് നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ട് നമ്മുടെ നെക്ക്, ഇതിപ്പോൾ പാൻറ്റ് പ്ലെയിൻ, അതായത് ഒരു ഡിസൈനും ഇല്ല, ആ സമയത്ത് നിങ്ങൾ വാങ്ങിക്കുന്ന ചുരിദാർ ഡിസൈനുള്ള ചില പ്രിൻറ്റഡ് ആയിരിക്കും. നമ്മുടെ ഈ ചുരിദാർ പാൻറ്റിൻ്റെ പീസ് പ്രിൻറ്റഡ് ആയിരിക്കും. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് ആകെ എന്താ പറയുക, ഇപ്പോൾ കീറിയ സ്ഥലത്ത് ഒരു പീസ് വെച്ചതുപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഡിസൈനും കൂടി നമുക്ക് കയറ്റി കൊടുക്കാം. ഇപ്പോൾ പ്രിൻറ്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുള്ള പാൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ ഇടയിൽ ഇങ്ങനെ വരുമ്പോൾ ഭംഗിയായിരിക്കും. പക്ഷേ ഇതിപ്പോൾ വെറുതെ നമ്മൾ സാധാരണ ഒരു ചുരിദാർ, അതായത് ഇപ്പോൾ ചിലപ്പോൾ തോന്നുന്നത് കീറിപ്പോയിട്ട് എന്തോ ഇടയിൽ വെച്ചതാണെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇടയിൽ വേറൊരു ഡിസൈനും കൂടി നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ഈ പീസ് കൊണ്ട് ആദ്യമേ 1/2 ഇഞ്ചിലടിച്ച് മറിച്ചെടുത്ത് ഇറുക്കിൽ കൊണ്ട് മറിച്ചെടുത്തിട്ട് നമുക്കതിങ്ങനെ ഒരു ഇൻറ്റ് പോലെ ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കാം. നമുക്കപ്പോൾ ഞാൻ ആദ്യമേ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാൻ കാണിച്ചായിരുന്നു ഇങ്ങനത്തെ ഒരു തുണി ഞാൻ ഈ ചുരിദാറിൽ നിന്ന് വെട്ടി എടുത്തതായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് മടക്കിയിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ചിൽ അടിച്ചെടുക്കാം, ഒരു അടിപ്പ് അടിച്ചെടുക്കാം.
തുണി വേണമെന്നില്ല. നമ്മളിങ്ങനെ ഡിസൈൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നേരിയത് ആയിരിക്കുന്നത് നല്ലത്. നമ്മൾ ഇതേപോലെ തന്നെയാണ് ചുരിദാറിൻ്റെ പുറകിൽ നമ്മൾ കെട്ട് വെക്കുമ്പോൾ വള്ളി വെക്കുമല്ലോ, ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ അതിലും യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിനി ഈ ബാക്കിയുള്ള ഈ പീസ് കുറച്ച് വെട്ടിക്കളയാം. അല്ലെങ്കിൽ നമുക്ക് ഈർക്കിലുകൊണ്ട് തിക്കിയെടുക്കുമ്പോൾ ഇത് ഉള്ളിൽ വളരെ ഇതായിട്ടിരിക്കും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം. എന്നിട്ട് ഒരു ഈർക്കിൽ, ഞാനിപ്പോൾ ഈർക്കിൽ കൊണ്ടാണ് കാണിച്ചു തരുന്നത്. ഇതിനുള്ള സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഈർക്കിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യമേ തന്നെ ഈ ഒരു ഭാഗം, നമ്മൾ ആദ്യമേ കുത്തിയെടുക്കുന്ന ഭാഗം ഇതാണ്. ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ഇതായിട്ടിങ്ങനെ കയറ്റണം. നമുക്കിങ്ങനെ പതിയെ ആ ഒരു ഭാഗം നമ്മൾ ആദ്യമേ തന്നെ കുത്തിയെടുത്ത ആ ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ പതിയെ കയറ്റി കൊടുക്കാം. എന്നിട്ട് അത് കയറ്റി കഴിയുമ്പോൾ ഈ ബാക്കിയുള്ള വശം താഴത്തേക്ക് ആക്കി കൊടുക്കുക. ഈർക്കിൽ ഒടിയാണ്ട് നോക്കണം. ഈർക്കിൽ ഒടിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കത് തുണി ആ ഒരു ഇതിൽ കിട്ടില്ല. അറ്റത്തെത്താറായി. ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ ആദ്യമേ ആ കുത്തിയെടുത്ത ഭാഗം ഏറ്റവും ഫ്രണ്ടിലേക്ക് വന്നു. ഇനി നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് ഈർക്കിൽ ഉരുക്കളയുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈർക്കിലിപ്പോൾ ഞാനിത് ഉരുക്കളഞ്ഞു. ഇനി ഇത് പതിയെ പതിയെ ഇങ്ങനെ താഴത്തേക്ക് വലിക്കുകയാണെങ്കിൽ നമ്മൾ ഈ അടിച്ച അടിപ്പ് ഉള്ളിലേക്ക് പോവുകയും ഫ്രണ്ടിൽ നല്ല ഇതായിട്ട് നമുക്കിങ്ങനെ കിട്ടുകയും ചെയ്യും. നമ്മൾ ചുരിദാറിൻ്റെ പുറകിൽ വള്ളി വെക്കുന്നതും സെയിം മെത്തേഡാണ്. അപ്പോൾ കുറച്ചുകൂടി നീളം എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കെട്ടിയിടുമ്പോൾ ബാക്കിലേക്ക് ഒട്ടും ഇല്ലാണ്ട് വളരെ ചെറിയ രീതിക്ക് തൂങ്ങിക്കിടക്കുകയുള്ളൂ. അപ്പോൾ ഇത്തിരി കൂടി ഇറക്കത്തിലെടുത്തിട്ട് കെട്ടിവെക്കുക. എന്നിട്ട് പുറകിൽ എന്തെങ്കിലും മുത്തോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിക്ക് മുൻപ് ചുരിദാറിൻ്റെ പുറകിൽ കെട്ടിവെക്കണ വീഡിയോ ഞാൻ ഇതിക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ചെയ്ത പോലെ നമ്മൾ ഒരു തുണിയിൽ നിന്ന് വി പോലത്തെ ഒരു ഷേപ്പിൽ ഒരു തുണി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി നമുക്ക് ഈ പീസ് കൊണ്ടിട്ട് നെക്കിൽ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ചുരിദാർ ഇപ്പോൾ ഞാൻ നിവർത്തിയിട്ടു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ പീസ് ഒരു 1/2 ഇഞ്ചിൽ ഇവിടെ ഒന്ന് അടിച്ചെടുക്കുക. ഇത് കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കാം. ലെവൽ ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ടേപ്പിന് നമുക്കൊന്ന് അളക്കാം. ഇപ്പം നമ്മൾ 4 ഇഞ്ചിലായിരുന്നല്ലോ നമ്മൾ താഴത്തേക്ക്, ഇവിടെ ഇങ്ങോട്ടേക്ക് 6 ഇഞ്ചും താഴത്തേക്ക് നമ്മൾ 4 ഇഞ്ചും ആയിരുന്നു. കറക്റ്റ് 4 ഇഞ്ചിൽ നമുക്ക് താഴത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിൻ്റെ 2 ഇഞ്ചിൽ പതിയെ ഒന്ന് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. 2 ഇഞ്ചിൽ. അതുപോലെ തന്നെ ഈ സൈഡും 2 ഇഞ്ചിലൊന്ന് പതിയെ മാർക്ക് ചെയ്യാം. ഇത് എന്തിനാണ് മാർക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ അടിക്കാനായിട്ടാണ് നമ്മൾ ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെയും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വെക്കുന്നതുമാണ് നമ്മുടെ. നമുക്കിത് 2 കഷ്ണമൊക്കെ എടുക്കാം. ആദ്യമേ തന്നെ ഇത് 2 കഷ്ണമൊക്കെ ഞാൻ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇന്നത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളൊരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇന്നത്തെ നെക്ക് ഡിസൈൻ. ഇപ്പോൾ ഒരു ഡിസൈൻ പോലെ നമ്മൾ
സാധാരണ ഒരു പാൻറ്റിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ നെക്കിൽ ഡിസൈൻ ചെയ്താണ്. ഇപ്പോൾ ഇത് പ്രിൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. പ്രിൻറ്റഡ് വെച്ചിട്ട് നമ്മൾ നേരെ ചുരിദാറിൻ്റെ ടോപ്പിൽ നിന്ന് സൈഡിൽ നിന്ന് ഇതേപോലെ തുണി വെട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് വെക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ പീസ് ഇവിടെ ഇങ്ങനെ അടിച്ച് പോരണം, ഉള്ളിൽ വെച്ചിട്ട് അടിച്ചു പോരണം. ഇതാണ് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തത്. ആ കറക്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത്. ഞാനത് ഇവിടെ ഇങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് നമുക്ക് സൂചി പൊക്കിയെടുക്കാം. എന്നിട്ട് നേരെ നമുക്ക് ഇപ്പുറത്തെ കഴുത്തിൻ്റെ ഇവിടെ അടിക്കുന്നതിന് മുൻപായിട്ട് ഇതും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ ഇതിങ്ങനെ ഇഞ്ച് പോലെ വെച്ചു. നമുക്കിനി ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. കാര്യം നമ്മളിതിൻ്റെ പൊക്കത്തു കൂടി വേണം അടുത്തത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ പൊക്കത്തു നിന്ന് തന്നെ താഴ്ത്തി നമുക്ക് അവസാനം സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഒന്നും കൂടി കറക്റ്റ് ലെവൽ ചെയ്യാം. ഈ ഒരു ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതും നമ്മൾ നെക്ക് വെച്ച് കഴിഞ്ഞു. നമുക്കിത് കറക്റ്റ് ആ ഒരു കറക്റ്റ് അളവിൽ നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്യാം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തായിരുന്നല്ലോ. നമുക്ക് ഈ പൊക്കത്ത് ആദ്യമേ ഒന്ന് അടിക്കാം, അല്ലെങ്കിൽ ഇത് തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു അളവിൽ പൊക്കത്തുനിന്ന് അടിക്കാം. ഞാൻ പൊക്കത്തു നിന്ന് അടിച്ചു. ഇനി സൂചി ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവരാം. എന്നിട്ട് ഇതിങ്ങനെ വെക്കാം. ഇതിൻ്റെ പുറത്ത് കൂടി തന്നെ ഇതിങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക. ആ ഒരു നമ്മൾ മാർക്ക് ചെയ്ത അതേ അളവിൽ ഇത് രണ്ടും വന്നം, ഇല്ലെങ്കിൽ വ്യത്യാസം വരും. നമുക്കിതൊന്നും അടിച്ചു കൊടുക്കാം. അപ്പോൾ അതും അടിച്ചു. നമ്മൾ ഈ ഒരു ഈ മൂലൊക്കെ വെച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. നമ്മളതൊരു ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് അടിക്കാം. ആദ്യമേ നമ്മളിത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നെക്ക് അടിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇതിൻ്റെ അളവ് നമുക്ക് ആകെ മാറിപ്പോവും. നമുക്കിനി ഈ മൂല
അടിച്ചെടുക്കാം. നമ്മളിതിപ്പോൾ ഇതും അടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഇതും കൂടി അടിക്കാനുള്ളൂ. ബാക്കി എല്ലാ പോർഷനും നമ്മൾ കഴിഞ്ഞു. നമുക്കിതും കൂടി ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഇന്നത്തെ നെക്ക് ഡിസൈൻ നമ്മൾ മൊത്തം അടിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ താഴത്തെ വീതിയും ഈ വീതിയും ഒരേ ലെവലിൽ വരണം. ഇപ്പോൾ നിങ്ങളിതിപ്പോൾ അടിച്ച് കഴിയുമ്പോൾ ഈ വീതിക്ക് വ്യത്യാസം വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് പതുക്കെ അടിക്കുക, എന്നിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ട് ആ വീതി കറക്റ്റാക്കി കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് താഴത്തൊരു വീതി മുകളിലൊരു വീതി ആയിപ്പോൾ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ചെയ്യണം. എന്നാലേ ആ ഒരു കഴുത്ത് ആ പെർഫെക്ഷൻ ആയി കിട്ടുള്ളൂ. നമുക്ക് വേണ്ടാത്ത നൂലൊക്കെ എല്ലാം വെട്ടിക്കളയാം. നമുക്ക് കറക്റ്റ് അടിച്ചു പോരാം. നമ്മൾ വെറുതെ ഇപ്പോൾ ഇത് മാത്രം ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. നമുക്കിനി ഇങ്ങനെ കറക്റ്റ് കഴുത്ത് അടിച്ചെടുക്കാം. ഇപ്പോൾ സൂചി ഇതിങ്ങനെ സ്റ്റക്കായിട്ട് അനങ്ങുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അധികം ഇങ്ങനെ ഇങ്ങനെ പൊക്കിക്കൊടുത്തു. അങ്ങനെയാണിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അറിയാവുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. നമ്മളത് പഠിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. പക്ഷേ സ്റ്റിച്ചിങ് ചിലവർക്കത് ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരെളുപ്പപ്പഴി പറഞ്ഞു കൊടുത്തത്. നമ്മൾ ഓൾറെഡി ഇതെല്ലാം വെച്ചതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു പോന്നാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇടയിൽ കിടന്ന് നമുക്ക് തപ്പിക്കളിക്കേണ്ടി വരും. അയ്യോ അത് ശരിയായില്ല. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം വെച്ചതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് നെക്കടിച്ച് പോരാം. നമ്മുടെ ഇന്നത്തെ നെക്ക് ഡിസൈൻ, അതായത് പാൻറ്റിൻ്റെ പീസ് ഇങ്ങനെ ഇടയിൽ കയറ്റിയിട്ടുള്ള നെക്ക് ഡിസൈൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ നമ്മളിങ്ങനെ ഇൻഡു ചെയ്താണ് ഇന്ന് നെക്ക് ഡിസൈൻ ചെയ്തത്. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ ഇനി ഷോൾഡർ കൂട്ടുക, കൈവെക്കുക, ഷേപ്പ് ചെയ്യുക. ഇപ്പോൾ എല്ലാം ഞാൻ ഇതിക്ക് മുൻപ് എൻ്റെ വീഡിയോയിൽ, അതായത് ചുരിദാർ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവർ അത് ആദ്യം കാണുക, എന്നിട്ട് ഇത് തയ്ക്കുക. അവരുടെ ലിങ്ക് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ, അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒത്തിരി എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഫേസ്ബുക്ക് പേജിൽ. അപ്പോൾ അവരെല്ലാം അവരുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോ ഇത്രയും ഷെയർ ചെയ്യും, എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്തവർക്ക് ഞാൻ ഓൾറെഡി നന്ദി പറഞ്ഞു. ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. പക്ഷേ അത് ഏറ്റവും മെജോറിറ്റി കൂടുതൽ ഏത് വീഡിയോയ്ക്കാണോ ആ വീഡിയോ ആണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ കാണിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് ഇടാൻ പോകുന്ന വീഡിയോ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് സ്കൂൾ യൂണിഫോം, പെറ്റിക്കോട്ട് മോഡൽ, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇടാൻ വേണ്ടി നമ്മൾ പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ആ ഒരു വീഡിയോസാണ് ഞാൻ ഇനി അടുത്ത് എൻ്റെ വരാൻ പോകുന്നത്. പെറ്റിക്കോട്ടും പിന്നെ അതുപോലെ തന്നെ പെറ്റിക്കോട്ട് മോഡലിലെ യൂണിഫോമും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി നേരെ നെക്ക് ഡിസൈനിൽ ബോട്ട് നെക്ക്. ഒത്തിരി പേര് എന്നോട് ഇപ്പോൾ കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നത് ബോട്ട് നെക്കാണ്. ബോട്ട് നെക്ക് കാണിച്ചതിന് ശേഷം ഒരു പൈപ്പിംഗ് വെച്ചിട്ട് നൈറ്റി, സിമ്പിൾ, അതായത് ചുരിദാർ മോഡൽ തന്നെ സിമ്പിൾ നൈറ്റി. അത് കഴിഞ്ഞിട്ട് ലൈനിങ് ബ്ലൗസിലേക്ക് വരുന്നതാണ്. ഒത്തിരി വീഡിയോസ് കാണിക്കാനുണ്ട്. അപ്പോൾ ഞാനത് ഉടനെ തന്നെ കാണിക്കുന്നതാണ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും 1000 നന്ദി. താങ്ക് യു സോ മച്ച്.